ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല നീളം കുറഞ്ഞിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയിലുണ്ട്, നല്ല ഭംഗിയിലാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. കാണുമ്പോൾ തന്നെ ആ ഒരു കുഞ്ഞി കൃഷ്ണനെ നമുക്ക് എടുക്കാനായിട്ട് തോന്നും കേട്ടോ. അത്രയും ചെറിയൊരു ഉണ്ണി, ഒരു വയസ്സൊക്കെ പ്രായമുള്ള, നിൽക്കാനായിട്ട് നിന്നിങ്ങനെ നിവർന്ന് നിൽക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വാത്സല്യത്തോടെ ഉണ്ണീനെ എടുത്തുകൊണ്ട് പോരാനായിട്ട് തോന്നും. അത്ര നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. ഒരു തിരുമുടി മാല ഉണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവനായിട്ടും ചുവന്ന നിറത്തിലായിരുന്നു. രണ്ടുണ്ട മാലയുണ്ട്, അതിൽ ചുവപ്പും വെള്ളയായിരുന്നു. അത് നന്ദിയാർ വട്ടപ്പൂക്കളും തെച്ചിപ്പൂക്കളും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള രണ്ടും ഒരേപോലത്തെയുള്ള മാലയായിരുന്നു. താഴേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട് കേട്ടോ. അതിന് നടുക്കാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നത്. തലയിൽ കുഞ്ഞു രണ്ട് മയിൽപ്പീലികളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ആ പീലി തിരുമുടിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തി കൊടുത്തിട്ടുണ്ട്. നെറ്റിയിലൊരു ഗോപി തിലകുണ്ട്, വലിയ കാതുപൂക്കൾ വെച്ചിട്ടുണ്ട്. കാതിൽ നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കണത്. ആരാണോ വന്നത് അവരുടെ കൂടെ പോകാനായിട്ട് എല്ലാവരും എന്നെ വന്നൊന്ന് എടുത്തോളൂ എന്നല്ല ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. 3 മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഒരു ഗോപി തിലകം ആ കഴുത്തിലെ ആ വളയം പോലത്തെ മാലയുടെ അവിടെ വെച്ചിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഇങ്ങനെ അരയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് ആ കുഞ്ഞിക്കാലുകളിൽ കാൽത്തളകളും നല്ല ഭംഗിയിൽ അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ട്, പക്ഷെ പട്ടുകോണകം മാത്രമേ ഇന്നലെ ഇവിടെ അടയിട്ട് ചുറ്റിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല ചന്തത്തിൽ നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഉണ്ണികൃഷ്ണൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും നമ്മുടെ ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ.